നമസ്കാരം. 10 മണി വാർത്തകളിലേക്ക് സ്വാഗതം. കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് കേവലം 6 ദിവസങ്ങൾ മാത്രം. ചിട്ടയായ പ്രചരണത്തിലൂടെ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ മേൽക്കൈ നേടിയെന്നാണ് LDFന്റെ വിലയിരുത്തൽ. രാഹുൽ തരംഗം കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. ആചാര സംരക്ഷകർക്കൊപ്പം കേരളം നിലകൊള്ളും എന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. റിപ്പോർട്ടിലേക്ക്. തെരഞ്ഞെടുപ്പിന് ഇനി 6 ദിവസം മാത്രം ബാക്കി നിൽക്കെ അതിശക്തമായ പ്രചരണമാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും നടത്തുന്നത്. സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിച്ച് LDFന് പ്രചരണ രംഗത്ത് മേൽക്കൈ നേടാനായി. എല്ലാ മണ്ഡലത്തിലും 3-ലേറെ തവണ എല്ലാ ബൂത്തിലും സ്ഥാനാർത്ഥിയെ നേരിട്ടെത്തിക്കാൻ കഴിഞ്ഞു എന്നത് LDFന് നേട്ടമാണ്. വീടുകൾ കയറിയുള്ള വോട്ടഭ്യർത്ഥനയിലും കുടുംബയോഗങ്ങളിലും LDFനാണ് മുൻതൂക്കം. 5-ലേറെ തവണ ഓരോ വീടും സന്ദർശിച്ചു എന്നതും വീടുകൾക്ക് ചുമതലക്കാരെ നിശ്ചയിച്ചു നൽകിയും LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ചിട്ടയായി മുന്നോട്ട് കുതിക്കുന്നു. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വത്തോടെ കേരളം മുഴുവൻ തരംഗമുണ്ടായി എന്നതാണ് കോൺഗ്രസിന്റെ അവകാശവാദം. വിവിധ മാധ്യമങ്ങൾ പുറത്തുവിട്ട സർവേ ഫലങ്ങൾ UDFന് ആത്മവിശ്വാസം നൽകുന്നു. എന്നാൽ പ്രചരണ രംഗത്തെ മാന്ദ്യവും ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രവർത്തനരഹിതരായതും UDFന് തിരിച്ചടിയായിരിക്കുകയാണ്. BJP പ്രധാനമായും തിരുവനന്തപുരത്താണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ശബരിമലയാണ് മുഖ്യ പ്രചരണ വിഷയം. അയ്യപ്പന്റെ പേരിൽ വോട്ട് പിടിക്കാൻ ശ്രമിച്ചതിന് സുരേഷ് ഗോപി അടക്കമുള്ള BJP സ്ഥാനാർത്ഥികൾക്ക് പണി കിട്ടിയതും BJPക്ക് തിരിച്ചടിയാണ്. ശബരിമല വിഷയം പ്രധാനമന്ത്രി അടക്കമുള്ളവർ പ്രചരണ ആയുധമാക്കിയതോടെ അതേ നാണയത്തിൽ തിരിച്ചടി നൽകി മുഖ്യമന്ത്രി അടക്കമുള്ളവർ നൽകുന്ന മറുപടിയും സജീവ ചർച്ചയായിരിക്കുന്നു. ലീഗും SDPയും തമ്മിൽ നടത്തിയ രഹസ്യ ചർച്ചയുടെ ദൃശ്യങ്ങൾ പുറത്തായതും പ്രചരണ വിഷയമാണ്. വരും ദിവസങ്ങളിൽ റോഡ് ഷോകളിൽ കേന്ദ്രീകരിക്കാനാണ് വിവിധ മുന്നണികളുടെ തീരുമാനം. ജീവൻകുമാർ, തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും. 96 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുക. തമിഴ്നാട്ടിലെ വെല്ലൂർ ഒഴിച്ച് മുഴുവൻ മണ്ഡലങ്ങളും കർണാടകയിലെ 14 മണ്ഡലങ്ങളും നാളെ വിധിയെഴുതും. DMK സ്ഥാനാർത്ഥിയുടെ ഓഫീസിൽ നിന്നും 12 കോടിയോളം രൂപ പിടിച്ചെടുത്തതിനെ തുടർന്നാണ് വെല്ലൂർ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് മാറ്റിവെച്ചത്. അതേസമയം തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ വീടുകളിലും പാർട്ടി ഓഫീസുകളിലും ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തുകയാണ്. വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നു. വിഷ്ണു, നാളെ 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് ആണ്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാനുള്ളത്? ഒപ്പം തന്നെ തമിഴ്നാട്ടിലടക്കം റെയ്ഡുകൾ പുരോഗമിക്കുന്ന സാഹചര്യവും എന്താണ് വിവരങ്ങൾ? ജോർജറ്റ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടമായ നാളെ 95 മണ്ഡലങ്ങളാണ് വോട്ടെടുപ്പ് നടക്കുക. 97 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കാനിരുന്നെങ്കിലും തമിഴ്നാട്ടിലെ വെല്ലൂരിലും ത്രിപുര ഈസ്റ്റ് ഈ 2 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് മാറ്റിവെക്കുകയായിരുന്നു. ഇതിന്റെ കാരണം വെല്ലൂരിൽ DMK സ്ഥാനാർത്ഥിയായിട്ടുള്ള കതിർ ആനന്ദിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിൽ നിന്നും 12 കോടിയോളം രൂപ കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഇവിടുത്തെ വോട്ടെടുപ്പ് നാളത്തേത് റദ്ദാക്കി വെച്ചത്. ഈ പണം അത്രയും വോട്ടർമാരെ സ്വാധീനിക്കാൻ കൊണ്ടുവന്നത് എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതി ഈ ശുപാർശ അംഗീകരിച്ച് നാളത്തെ വോട്ടെടുപ്പ് മാറ്റിവെച്ചത്. അതേസമയം ത്രിപുരയിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്ന ത്രിപുര വെസ്റ്റ് മണ്ഡലത്തിൽ വ്യാപക അക്രമ സംഭവങ്ങൾ അരങ്ങേറിയിരുന്നു. ഇവിടെ ബൂത്തുകൾ പിടിച്ചടക്കുന്ന ഒരു സാഹചര്യവും അതുപോലെ തന്നെ വോട്ട് ചെയ്യാൻ എത്തുന്നവരെ പരിശോധിക്കുകയും അവർ പാർട്ടി പ്രവർത്തകർ ആണെന്ന് CPIM പാർട്ടി പ്രവർത്തകർ ആണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവരെ മർദ്ദിച്ച് വോട്ട് ചെയ്യാൻ സമ്മതിക്കാതെ തിരിച്ചയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബൂത്ത് ഏജന്റുമാരെ CPIM ബൂത്ത് ഏജന്റുമാരെ ബൂത്തിനുള്ളിൽ പ്രവേശിപ്പിക്കാത്ത ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണുകയും പരാതി നൽകുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ CPIM ദില്ലിയിൽ പ്രതിഷേധ പരിപാടിയിൽ സംഘടിപ്പിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ത്രിപുര ഈസ്റ്റിൽ നാളെ നടക്കേണ്ട തെരഞ്ഞെടുപ്പ് 23-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചത്. അതേസമയം മറ്റ് 95 മണ്ഡലങ്ങളിലും നാളെ തെരഞ്ഞെടുപ്പ് നടക്കും. ഇതിൽ ദക്ഷിണേന്ത്യയിൽ 52 മണ്ഡലങ്ങളിലും ഉത്തരേന്ത്യയിൽ 43 മണ്ഡലങ്ങളിലുമാണ് വോട്ടെടുപ്പ് നടക്കുക. ഇതിൽ തമിഴ്നാട്ടിലെ എല്ലാ മണ്ഡലങ്ങളും വെല്ലൂർ ഒഴിച്ച് ബാക്കി 38 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കും. ഇവിടെ DMK മേൽക്കൈ നേടുമെന്നാണ് സർവേ ഫലങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 2014 വിപരീതമായി AIADMKക്ക് വലിയ തരത്തിലുള്ള ഒരു തിരിച്ചടിയും നേരിടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. എന്നാൽ ഈ ഒരു സമയത്ത് തന്നെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ DMK സ്ഥാനാർത്ഥികളുടെ വീടുകളിൽ റെയ്ഡുകൾ നടക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രി വരെ
DMK എംപിയും തൂത്തുക്കുടി സ്ഥാനാർത്ഥിയുമായിട്ടുള്ള കനിമൊഴിയുടെ വീട്ടിൽ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയിരുന്നു. ഇവിടെ കള്ളപ്പണം ഉണ്ട് എന്നൊരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പരിശോധന നടത്തിയത്. എന്നാൽ ഇന്നലെ നടത്തിയ പരിശോധനയിൽ കള്ളപ്പണമോ എന്തെങ്കിലും തരത്തിലുള്ള രേഖകളോ കണ്ടെത്താൻ ആദായ നികുതി വകുപ്പിന് കഴിഞ്ഞിരുന്നില്ല. ഇതിനെ തുടർന്ന് ഇപ്പോൾ DMK തന്നെ ഇലക്ഷൻ കമ്മീഷൻ ആദായ നികുതി വകുപ്പിനെതിരെയും അതുപോലെ തന്നെ BJP സർക്കാരിനെതിരെയും രംഗത്ത് വന്നിരിക്കുന്നു. ഇത് വെറും ഒരു പ്രതികാര നടപടി മാത്രമാണ്. അതേസമയം തൂത്തുക്കുടിയിലെ BJP സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ കോടിക്കണക്കിന് രൂപ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ പരിശോധന നടത്താൻ ആദായ നികുതി വകുപ്പിന് ധൈര്യമുണ്ടോ എന്നും ഇപ്പോൾ DMK അധ്യക്ഷൻ NK സ്റ്റാലിനും ചോദിച്ചിരിക്കുന്നു. അതേസമയം ഇപ്പോഴും തമിഴ്നാട്ടിൽ പരിശോധനകൾ പുരോഗമിക്കുന്നുണ്ട്. TTV ദിനകരന്റെ പാർട്ടി പ്രവർത്തകരുടെ ഓഫീസുകളിലാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പിന്റെ പരിശോധനകൾ പുരോഗമിക്കുന്നത്. അവിടുന്ന് തന്നെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നത്. TTV ദിനകരന്റെ പാർട്ടി ഓഫീസുകളിൽ നിന്ന് 50 ലക്ഷത്തോളം രൂപ കണ്ടെടുത്തു എന്ന തരത്തിലുള്ള വാർത്തകൾ കൂടി ഈ ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാനാവുന്നു. അങ്ങനെയെങ്കിൽ വീണ്ടും ചില മണ്ഡലങ്ങളിൽ കൂടി തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുമോ? തീർച്ചയായും ജോജറ്റ്, തമിഴ്നാട്ടിൽ വളരെ വ്യാപകമായ തോതിൽ പണം ഒഴുക്കിക്കൊണ്ട് വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് നേരത്തെ തന്നെ പരാതികൾ ഉയർന്നു വരുന്നിരുന്നു. ഇതുവരെ തമിഴ്നാട്ടിൽ നിന്നും 500 കോടിയോളം കള്ളപ്പണമാണ് പിടിച്ചെടുത്തത്. ഇതിൽ 250 കോടിയോളം പണമായിട്ടും ബാക്കിയുള്ളവ സ്വർണമായിട്ടുമാണ് പിടിച്ചെടുത്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ വ്യാപകമായിട്ടുള്ള പരിശോധനകൾ പുരോഗമിക്കുന്നത്. ഇപ്പോൾ TTV ദിനകരന്റെ ചില പാർട്ടി ഓഫീസുകളിൽ നിന്നും 50 ലക്ഷം രൂപയോളം പിടിച്ചെടുത്തെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. ഈ ഒരു റിപ്പോർട്ടുകൾ കൂടി എത്തിക്കഴിഞ്ഞാൽ വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ ഇടപെടുമെന്നും വീണ്ടും ചില മണ്ഡലങ്ങളിൽ ഇപ്പോൾ പണം പിടിച്ചെടുത്ത മണ്ഡലങ്ങളിൽ വീണ്ടും വോട്ടെടുപ്പ് നാളെ നടക്കാനിരിക്കുന്ന വോട്ടെടുപ്പ് മാറ്റിവെക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. അതേസമയം ഇപ്പോൾ വെല്ലൂരിലെ സ്ഥാനാർത്ഥി അവർ ഹൈക്കോടതിയെ സമീപിക്കുന്നു. നാളെ വോട്ടെടുപ്പ് മാറ്റിവെച്ചതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ DMK. വെല്ലൂരിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഖദർ ആനന്ദൻ എന്നുള്ള റിപ്പോർട്ടുകളും തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. ജോർജ്, അത് തന്നെയാണ് ഈ മോദിയാണ് റെയ്ഡുകൾക്ക് പിന്നിലെന്ന് സ്റ്റാലിൻ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. ഖദർ ആനന്ദ് അടക്കമുള്ളവർ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയാണ്. നേരത്തെ തന്നെ ഈ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിനെതിരെ വലിയ പരാതികളാണ് ഉയർന്നത്. എതിർപക്ഷത്തെ അടിച്ചൊതുക്കാൻ കേന്ദ്ര സഹായത്തോടെ ആദായ നികുതി വകുപ്പിനെ ഉപയോഗപ്പെടുത്തിയുള്ള BJPയുടെ തന്ത്രങ്ങൾ എന്ന നിലയിൽ അത്തരത്തിലാണെങ്കിൽ രാഷ്ട്രീയ നീക്കങ്ങൾ ഏത് തരത്തിലാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ അടക്കം നീങ്ങുന്നത്? ഒപ്പം തന്നെ കർണാടകയിലെ 14 മണ്ഡലങ്ങളിൽ നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യമുണ്ട്. അവിടെയും ദളിന്റെ ആളുകളെ നോക്കിയുള്ള റെയ്ഡുകൾ നടക്കുകയാണ്. കുമാരസ്വാമിയുടെ അനുയായികളുടെ വീടുകളിലൊക്കെ റെയ്ഡ് നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. റെയ്ഡുകൾ രാജ്യത്താകമാനം തുടരുന്ന ഒരു സാഹചര്യത്തിൽ BJPക്കെതിരെ മറ്റു കക്ഷികൾ ഏത് നിലയിലാണ് നീങ്ങുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാനുള്ള സാധ്യതയുണ്ടോ? സുപ്രീം കോടതിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതകളുണ്ടോ? നിയമ വിദഗ്ധർ ഇത് സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്? ജോർജൻ, നേരത്തെ തന്നെ ഈ ഒരു ആരോപണം ഉയർന്നിരുന്നു. അതായത് ആദായ നികുതി വകുപ്പിനെയും മറ്റ് വകുപ്പുകളെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് BJP സർക്കാർ മറ്റ് പാർട്ടികളെ വേട്ടയാടുന്നു എന്ന തരത്തിലുള്ള വളരെ വ്യാപകമായിട്ടുള്ള ഒരു പരാതികൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഇത് ഇപ്പോൾ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കർണാടകയിലും അടക്കം ഉള്ള സംസ്ഥാനങ്ങളിൽ വ്യാപകമായിട്ടുള്ള റെയ്ഡുകൾ നടന്ന പശ്ചാത്തലത്തിലാണ്. എന്നാൽ അതിൽ അന്ന് തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവിട്ടിരുന്നത് ഈ എന്തെങ്കിലും തരത്തിലുള്ള പരിശോധനകൾ നടത്തുന്നെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചതിനു ശേഷം മാത്രമേ പരിശോധനകൾ നടത്താവൂ എന്നൊരു ഉത്തരവ് കർശന നിർദ്ദേശം നേരത്തെ തന്നെ കൊടുത്തിരുന്നു. തമിഴ്നാടിന്റെ വീട്ടിൽ അടക്കം നടത്തിയ പരിശോധനകളുടെ എല്ലാം പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ ഒരു നിർദ്ദേശം നടത്തിയിരുന്നത്. എന്നാൽ പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ആരോപിക്കുന്നത് BJP സർക്കാർ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടുന്ന ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് ആദായ നികുതി വകുപ്പിനെ തന്നെ അവരുടെ കയ്യിലെ ആയുധമാക്കിക്കൊണ്ട് മറ്റു പാർട്ടികളെ ക്ഷീണിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രതികാര നടപടിയാണ് ഇപ്പോൾ ഈ തരത്തിലുള്ള ഒരു പരിശോധന നടത്തുന്നത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി വേണമെന്ന നേരത്തെ തന്നെ ആവശ്യം ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ ഈ നാളെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ പോലും തമിഴ്നാട്ടിലെയും കർണാടകയിലെയും പ്രതിപക്ഷ പാർട്ടികളുടെ വീടുകളിലും ഓഫീസുകളിലും മാത്രമാണ് ആദായ നികുതി വകുപ്പ് പരിശോധനകൾ നടത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അതേസമയം
BJP സ്ഥാനാർത്ഥികളുടെയോ BJP സഖ്യകക്ഷികളുടെയോ സഖ്യകക്ഷികളുടെ പാർട്ടികളുടെ ഓഫീസുകളിലോ വസതികളിലോ പരിശോധന നടത്താൻ ഇതുവരെ ആദായ നികുതി വകുപ്പ് തയ്യാറായിട്ടില്ല. അത്തരം ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴാണ് വിഷ്ണു മറ്റിടങ്ങളിൽ റെയ്ഡ് നടക്കുന്നത്. ഇപ്പോൾ TTV ദിനകരന്റെ പാർട്ടി ഓഫീസുകളിൽ നിന്ന് 50 ലക്ഷം രൂപ പിടിച്ചെടുത്തു എന്നുള്ള വിവരങ്ങൾ വരുന്നു. കന്നിമൊഴി അടക്കമുള്ളവരുടെ വീടുകളിൽ കഴിഞ്ഞ ദിവസം രാത്രി റെയ്ഡ് പുരോഗമിച്ചിരുന്നു. എന്തായാലും നാളെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുകയാണ്. വെല്ലൂരിലടക്കം തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിരിക്കുന്നു. ദില്ലിയിൽ നിന്ന് വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. രാഹുൽ ഗാന്ധിയെ ബഹിഷ്കരിച്ച് മുരളീധരൻ രാഹുൽ ഗാന്ധിയുടെ കണ്ണൂരിൽ നടത്തിയ ചടങ്ങിൽ മുരളീധരൻ പങ്കെടുത്തില്ല എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി വരുന്നു. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി PV കുട്ടൻ ഇപ്പോൾ ടെലിഫോണിൽ ചേരുകയാണ്. PV കുട്ടൻ, എന്താണ് സംഭവിച്ചത്? ഒരു ബഹിഷ്കരണം? ജോജറ്റ്, കഴിഞ്ഞ കുറെ നാളുകളായി വലിയ അതൃപ്തിയിലാണ് മുരളീധരനെ സംബന്ധിച്ച വാർത്ത കഴിഞ്ഞ ദിവസം പീപ്പിൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. വടകരയിൽ തന്നെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയതിലൂടെ തന്നെ ഒതുക്കാനുള്ള ഒരു നീക്കം രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കുണ്ടോ എന്നുള്ളൊരു സംശയം മുരളീധരൻ അടുത്ത വൃത്തങ്ങളോട് സൂചിപ്പിച്ചു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇത്രയും കടുത്ത മത്സരം നടക്കുന്ന, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള മത്സരം നടക്കുന്ന വടകരയിൽ LDFന്റെ കരുത്തനായ നേതാവ് മത്സരിക്കുമ്പോൾ, P ജയരാജൻ മത്സരിക്കുമ്പോൾ അതിന് എതിർ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ഘട്ടത്തിൽ പ്രചാരണ രംഗത്ത് വേണ്ട രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ള പരാതി മുരളീധരനുണ്ട്. പ്രാദേശിക നേതാക്കൾ പൂർണ്ണമായും നിസ്സഹകരിക്കുന്നു എന്നുള്ള പരാതി അദ്ദേഹത്തിനുണ്ട്. കാരണം തൊട്ടടുത്ത മണ്ഡലമായ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനാൽ മുരളീധരന്റെ കൂടെ നിൽക്കേണ്ട നേതാക്കൾ, KPCCയുടെ നേതാക്കൾ, അതുപോലെ ജില്ലാ കോൺഗ്രസ് നേതാക്കൾ, പ്രാദേശിക നേതാക്കളൊക്കെ വയനാട്ടിൽ കേന്ദ്രീകരിക്കുന്നു എന്ന വലിയ ഒരു ആക്ഷേപം മുരളീധരനുണ്ട്. ഇത് അദ്ദേഹം മുല്ലപ്പള്ളി രാമചന്ദ്രനോടും AICCയിലെ അദ്ദേഹത്തിന്റെ അടുപ്പക്കാരോടും അദ്ദേഹം വാക്കാലും ഫോണിലൂടെ സൂചിപ്പിക്കുകയും ചെയ്തതാണ്. ഇവിടുത്തെ പ്രചാരണത്തിൽ തൃപ്തിയില്ല എന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരു ഘട്ടത്തിൽ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഈ ഒരു പശ്ചാത്തലത്തിലാണ് മുരളീധരന്റെ പുതിയ നീക്കം നോക്കിക്കാണേണ്ടത്. അദ്ദേഹം വലിയ രീതിയിലുള്ള അതൃപ്തിയിലാണ് ഇപ്പോഴും ഉള്ളത്. ആ പരാതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന പരാതി ആദ്യഘട്ടത്തിൽ പറഞ്ഞു തീർത്തു എന്നാണ് പൊതുവിൽ കോൺഗ്രസ് നേതാക്കളൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ആ പരാതി ഇപ്പോഴും അദ്ദേഹത്തിന് വലിയ രീതിയിലുണ്ട് എന്ന് വേണം കരുതാൻ. കാരണം രാഹുൽ ഗാന്ധി പങ്കെടുത്തുകൊണ്ട് വളരെ വിപുലമായ മീറ്റിംഗ് ആണ് കണ്ണൂരിൽ വിളിച്ചു ചേർത്തത്. തെരഞ്ഞെടുപ്പ് രംഗത്തെ വളരെ നിർണായകമായ മീറ്റിംഗ് ആണ്. കാസർഗോഡ് UDF സ്ഥാനാർത്ഥി, അതുപോലെ തന്നെ കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി ഒക്കെ ഈ യോഗത്തിൽ പങ്കെടുത്തു. അതേസമയം വടകര, തൊട്ടടുത്തുള്ള വടകര, അതായത് തലശ്ശേരിയും കൂത്തുപറമ്പും ഉൾപ്പെടുന്ന വടകരയിലെ സ്ഥാനാർത്ഥിയായ മുരളീധരൻ യോഗത്തിൽ പങ്കെടുത്തില്ല എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടിയാണ് കോൺഗ്രസിന്റെ നേതാക്കളും നോക്കിക്കാണുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിൽ, അത് വയനാട് മണ്ഡലത്തിന്റെ ഭാഗമാണെങ്കിലും തിരുവമ്പാടിയിലും രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന പൊതുയോഗമുണ്ട്. ഈ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി നടക്കുന്ന പൊതുയോഗത്തിലും മുരളീധരൻ പങ്കെടുക്കില്ല എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. അതേസമയത്ത് ഈ രാഹുൽ ഗാന്ധിയുടെ പരിപാടി നടക്കുന്ന ചടങ്ങ് നടക്കുന്ന അതേസമയത്ത് തന്നെ വടകര പ്രസ്തവിൽ മുരളീധരന്റെ മുഖാമുഖവും വെച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വളരെ രാഹുൽ ഗാന്ധിയെ പൂർണ്ണമായും ബഹിഷ്കരിക്കുന്ന, കേന്ദ്ര നേതൃത്വത്തെ ബഹിഷ്കരിക്കുന്ന മുരളീധരൻ പഴയ റിബൽ സ്വഭാവത്തിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് വേണം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. ഇത് മുരളീധരന്റെ ഒരു വിയോജിപ്പായി കാണുമ്പോൾ തന്നെ അതിനപ്പുറത്തേക്ക് ചില രാഷ്ട്രീയ മാനങ്ങൾ കൂടിയുണ്ട്. ഒരു ഘട്ടത്തിൽ മുരളീധരൻ തനിക്ക് കോൺഗ്രസ് നേതാക്കളുടെ സപ്പോർട്ട് കിട്ടുന്നില്ല എന്ന പരാതി കൂടി നൽകിയ ആളാണ്. പ്രചരണ രംഗത്തിൽ ഏറെ പിന്നിലാണ്, പ്രാദേശിക കോൺഗ്രസിന്റെ പിന്തുണ ലഭിക്കുന്നില്ല എന്ന് കൂടി പറഞ്ഞ ആളാണ്. അതിനപ്പുറത്തേക്ക് പ്രതിപക്ഷം അടക്കമുള്ളവർ സീറ്റ് കച്ചവടത്തെ പറ്റി ആരോപണം ഉന്നയിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. മുരളീധരൻ അതിന്റെ ഭാഗമായാണ് വടകരയിൽ സ്ഥാനാർത്ഥിയായത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. ഈ ഘട്ടത്തിലാണ് കോൺഗ്രസ് അധ്യക്ഷൻ പങ്കെടുത്ത ഒരു പരിപാടിയിൽ നിന്ന്, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് മുരളീധരൻ മാറി നിൽക്കുന്നത്. ഇത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളെ ഒരിക്കൽ കൂടി സാധൂകരിക്കുന്നതാണ്. അങ്ങനെ തന്നെയല്ലേ നിരീക്ഷകർ? ജോജത്ത്, ഇത്രയും അസ്വസ്ഥനായി മുരളീധരനെ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മുമ്പ് നേരത്തെ DAC രൂപീകരിക്കുന്ന ഘട്ടത്തിലും ഒക്കെ ഇത്തരത്തിലുള്ള ചില റിബൽ സ്വഭാവങ്ങൾ മുരളീധരൻ പ്രകടിപ്പിച്ചിരുന്നത്, പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നത്. ഏതാണ്ട് അതിന് സമാനമായ രീതിയിലേക്ക് മുരളീധരൻ പോകുന്നു എന്ന് വേണം സംശയിക്കാൻ. കാരണം രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ മുഴുവൻ കോൺഗ്രസ് നേതാക്കളും പല വേദികളിലായി രാഹുൽ ഗാന്ധിയെ മുഖം കാണിക്കാനെങ്കിലും എത്തുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു തരത്തിലും രാഹുലിന്റെ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്നൊരു കടുത്ത നിലപാട് തന്നെയാണ് മുരളീധരൻ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നത്തെ പരിപാടി മാത്രമല്ല, കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വന്നപ്പോൾ വയനാട്ടിൽ പോകാൻ വേണ്ടി മുരളീധരൻ തയ്യാറായിരുന്നില്ല. വയനാട്ടിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി മുരളീധരൻ തയ്യാറായിരുന്നില്ല. രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന ഈ അടുത്ത തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം കേരളത്തിൽ പങ്കെടുത്ത ഒരു പരിപാടിക്കകത്തും
കെ മുരളീധരൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡിനോടും സംസ്ഥാന നേതൃത്വത്തോടും വലിയ വിയോജിപ്പ് അദ്ദേഹത്തിനുണ്ട് എന്നാണ് ഈ ഒരു നീക്കത്തിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് വടകര മണ്ഡലത്തിൽ മാത്രമല്ല തൊട്ടടുത്ത മണ്ഡലങ്ങളിലും വലിയ രീതിയിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. കാരണം കെ മുരളീധരൻ ഇപ്പോഴും കോൺഗ്രസിനകത്ത് സ്വാധീനമുള്ള നേതാവാണ്. പക്ഷെ അദ്ദേഹം പോലും വടകരയിൽ പകച്ചു നിൽക്കുന്നു എന്നാണ് കോൺഗ്രസിനെ അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നത്. കാരണം LDF സ്ഥാനാർത്ഥി പി ജയരാജൻ പ്രചാരണ രംഗത്ത് ബഹുദൂരം മുന്നിൽ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രചാരണം വളരെ ആസൂത്രണത്തോടുകൂടി വളരെ മികവോടുകൂടിയുള്ള പ്രചാരണമാണ് LDFന്റെ പ്രചാരണം. അതിന്റെ മുന്നിൽ അതിന്റെ അടുത്തുപോലും എത്താൻ പറ്റാത്ത ഒരു രീതിയിലാണ് ഇപ്പോൾ കെ മുരളീധരന്റെ പ്രചാരണമുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വലിയ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകർ മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രചാരണത്തിൽ പങ്കെടുക്കുന്നത് എന്നുള്ള ഒരു ധാരണ കെ മുരളീധരന് തന്നെയുണ്ട്. പ്രാദേശിക നേതാക്കളായാലും ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളായാലും പൂർണ്ണമായും കെ മുരളീധരന്റെ പ്രചാരണ രംഗത്ത് നിന്നും വിട്ടുനിൽക്കുന്ന ഒരു അവസ്ഥയുമുണ്ട്. ഇതിന്റെയൊക്കെ പ്രതിഫലനം എന്നോണമാണ് അദ്ദേഹം പ്രത്യക്ഷമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങിയിരിക്കുന്നതെന്ന് വേണം അനുമാനിക്കാൻ. ഇത് കോൺഗ്രസിനെ ഏത് നിലയിലാണ് ബാധിക്കുന്നത്? മുരളീധരനെ പോലെ ഒരാൾ അതിനപ്പുറത്തേക്ക് കേരളം ഏറെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. പി ജയരാജന്റെ സാന്നിധ്യം കൂടി ഉള്ളതിനാൽ അതുകൊണ്ട് തന്നെ ജയരാജൻ ഏറെ മുന്നിൽ നിൽക്കുന്നു. അവിടെ ഒരു തോൽവി ഭയം മുരളീധരനെ പിടികൂടിയിരിക്കുന്നു. തനിക്ക് നേതാക്കളുടെ പിന്തുണ ഇല്ല എന്ന് പറയുന്നു. തന്നെ തോൽപ്പിക്കാനുള്ള ശ്രമമാണ് എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് തന്നെയാണ് ഈ ബഹിഷ്കരണം ഒക്കെ ഉണ്ടാകുന്നത്. അതിനപ്പുറത്തേക്ക് കുത്തുബുദ്ദീൻ അൻസാരി അടക്കമുള്ള ആളുകൾ ജയരാജന് വേണ്ടി അവിടെ പ്രചരണത്തിൽ ഇറങ്ങുമ്പോൾ അതിൽ ഭയപ്പെട്ട ഒരവസ്ഥയിലാണ് മുരളീധരൻ ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചത് എന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ ആകമാനമുള്ള പ്രചരണത്തെ കൂടി ബാധിക്കുന്നതല്ലേ? ജോർജറ്റ്, ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച ഘട്ടത്തിൽ കെ മുരളീധരന് വലിയ സ്വീകരണമൊക്കെ വടകരയിൽ ലഭിച്ചിരുന്നു. അതിന്റെ ഒരു ആവേശത്തിലായിരുന്നു ആദ്യ ദിവസങ്ങളിലൊക്കെ കെ മുരളീധരൻ. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് കളം മനസ്സിലായി. അവിടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സിറ്റിംഗ് MP ആയിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിലുള്ള പ്രചാരണത്തിന് എത്താത്തത് കെ മുരളീധരന് വലിയ രീതിയിൽ തിരിച്ചടിയായി. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒന്നും തന്നെ അവിടെ കേന്ദ്രീകരിക്കാത്തൊരു സാഹചര്യം വരുന്നു. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ മറുഭാഗത്താകട്ടെ LDFന്റെ സ്ഥാനാർത്ഥി പി ജയരാജൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ആസൂത്രണത്തോടുള്ള പ്രചാരണവുമായി ശേഷിയുള്ള പ്രചാരണവുമായി ബഹുദൂരം മുന്നിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. പ്രദേശത്തെ ചെറിയ ചെറിയ കക്ഷികളൊക്കെ ചില ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ലീഗിന്റെ പിന്തുണ ഉണ്ട്. അതുപോലെ തന്നെ മറ്റു ചില കക്ഷികളുടെ പിന്തുണ കൂടി ചില ഒരു പ്രാദേശിക പാർട്ടി ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ കെ മുരളീധരൻ ഉണ്ട് എന്ന് പറഞ്ഞെങ്കിലും അവരുടെയൊക്കെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വളരെ ശുഷ്കമായ ആൾക്കാർ മാത്രം പങ്കെടുക്കുന്നു. കോൺഗ്രസിന് പിന്തുണ നൽകാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആ പാർട്ടിയിലെ നിരവധി പ്രവർത്തകർ അവിടെ നിന്നും രാജിവെച്ചുകൊണ്ട് LDFിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ താഴെ തട്ടിൽ പ്രവർത്തകർക്ക് വലിയ ആവേശം, ആദ്യഘട്ടത്തിലുണ്ടായ ആവേശം തണുക്കുന്ന രീതിയിലേക്ക് വരുന്നു. ഇതൊക്കെ മുരളീധരനെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അതുപോലെ തന്നെ ഈ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ പറയുന്ന പരാതി എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരു തരത്തിലും ഒരു നിർദ്ദേശവും മുകളിൽ നിന്ന് കിട്ടുന്നില്ല. എന്ത് ചെയ്യണമെന്നുള്ള നിർദ്ദേശം മുകളിൽ നിന്ന് കിട്ടുന്നില്ല. പോസ്റ്റർ ഏത് രീതിയിൽ പതിക്കണമെന്നും ഏത് രീതിയിലുള്ള പ്രചാരണം നടത്തണമെന്നും ഉൾപ്പെടെയുള്ള ഒരു നിർദ്ദേശവും മുകളിൽ നിന്ന് ലഭിക്കാത്ത സാഹചര്യമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ആണ് കെ മുരളീധരൻ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ അസംതൃപ്തി പ്രകടിപ്പിച്ചതെന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ഏതായാലും ഈ ഒരു ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികൾ കെ മുരളീധരൻ തുടരുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് പങ്കെടുക്കാത്തത് എന്നതിനെ പറ്റി ഏതെങ്കിലും വിശദീകരണം തന്നിട്ടുണ്ടോ? സാങ്കേതികമായെങ്കിലും മുരളീധരൻ ഏതെങ്കിലും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടോ? കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഇത് സംബന്ധിച്ചുണ്ടായോ? ജോർജറ്റ്, രാഹുൽ ഗാന്ധിയുടെ പരിപാടി നടന്ന ഏതാനും മിനിറ്റുകൾ മാത്രമേ ആയിട്ടുള്ളൂ. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ പുറത്തു വരുന്ന ഒരു ഘട്ടം ആയിട്ടില്ല. കെ മുരളീധരൻ ഏതായാലും പരസ്യമായി പ്രതികരിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം നേരത്തെയും അദ്ദേഹവുമായി ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. നേരത്തെ അദ്ദേഹത്തിന്റെ അതിർത്തിയൊക്കെ വെച്ചുള്ള വാർത്ത പീപ്പിൾ TV കൊടുത്തപ്പോൾ തന്നെ അദ്ദേഹവുമായി ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം പരസ്യ പ്രതികരണത്തിന് തയ്യാറാവുന്നില്ല. ഏതായാലും കെ മുരളീധരനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് അദ്ദേഹം വലിയ അസംതൃപ്തിയിൽ തന്നെയാണ് എന്നാണ്. വ്യക്തമാണ്. കെ മുരളീധരൻ അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രചരണ രംഗത്ത് പിന്നിൽ പോകുന്നതിലുള്ള അതൃപ്തിയാണ്. രാഹുൽ ഗാന്ധി പങ്കെടുത്ത പരിപാടിയിൽ നിന്ന് പോലും അദ്ദേഹം ബഹിഷ്കരിക്കുന്ന സാഹചര്യങ്ങൾ കൂടി ഉണ്ടായി. കണ്ണൂരിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്ത ചടങ്ങിൽ നിന്നാണ് വടകരയിലെ സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരൻ പങ്കെടുക്കാതെ അതൃപ്തി രേഖപ്പെടുത്തുകയും ചടങ്ങിൽ നിന്ന് ബഹിഷ്കരിക്കുകയും ചെയ്തത്. വിവരങ്ങളാണ് PV കുട്ടൻ നൽകിയത്. തിരികെ എത്താം, ഇടവേള.
ഇന്ത്യയിലെ ജനങ്ങളെ ജാതിയുടെയും വർഗീയതയുടെയും പേരിൽ പരസ്പരം തല്ലിക്കുകയാണ് മോദിയും ബി.ജെ.പിയും എന്ന് സിപിഐഎം പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. മതേതരത്വം സംരക്ഷിക്കപ്പെടണമെങ്കിൽ മോദിയുടെയും സർക്കാരിന്റെയും പരാജയം ഉറപ്പുവരുത്തണം. അതിനായി ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കണമെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. കറുകച്ചാലിൽ നടന്ന വീണ ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാനാണ് സിപിഐഎം പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് മണ്ഡലത്തിലെത്തിയത്. കോട്ടയം കറുകച്ചാലിൽ നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച പ്രകാശ് കാരാട്ട് പ്രസംഗവേളയിൽ ബി.ജെ.പിയെ കടന്നാക്രമിച്ചും കോൺഗ്രസിന്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ ജനങ്ങളെ ജാതിയുടെയും വർഗീയതയുടെയും പേരിൽ പരസ്പരം തല്ലിക്കുകയാണ് മോദിയും ബി.ജെ.പിയുമെന്നും വർഗീയതയ്ക്കെതിരെ കൃത്യമായ നിലപാടെടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ലെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. അതിനാൽ മതേതരത്വം സംരക്ഷിക്കപ്പെടണമെങ്കിൽ മോദിയുടെയും സർക്കാരിന്റെയും പരാജയം ഉറപ്പുവരുത്തണം. അതിനായി ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കണമെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. So in this election, the unity of the secular and democratic forces is going to ensure the defeat of the BJP and the removal of the Modi government from power at the center. And in place of that, we have to form a secular government. A secular government will be formed if we can also strengthen the representation of the left in parliament, increase the representation of the LDF MPs in parliament, because it is the left forces which can rally all secular forces to form a coalition government. This is not a role that the Congress party can play or is playing. The Congress party has a record of compromising with the BJP and the communal forces, of colluding with them opportunistically. ജോസ് ചമ്പക്കര അധ്യക്ഷനായ യോഗത്തിൽ സിപിഐ ജില്ലാ സെക്രട്ടറി സി.കെ. ശശിധരൻ, എൽ.ഡി.എഫ് നേതാക്കളായ അഡ്വക്കേറ്റ് കെ. അനിൽകുമാർ, പ്രൊഫസർ ആർ. നരേന്ദ്രനാഥ്, അഡ്വക്കേറ്റ് എം.എ. ഷാജി, പി.എ. താഹ, വി.പി. ഇസ്മായിൽ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. മംഗലാപുരത്ത് നിന്ന് അടിയന്തര ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി 5 മണിക്കൂർ കൊണ്ട് കൊച്ചിയിലെ ആശുപത്രിയിൽ എത്തിച്ച പെഞ്ചു കുഞ്ഞിനെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി ഗുരുതരമാണെന്നും 24 മണിക്കൂർ നിരീക്ഷണത്തിലാണെന്നും ഡോക്ടർമാർ പറഞ്ഞു. ആംബുലൻസിന് സൌകര്യമൊരുക്കണമെന്നും കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കണമെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന നാട് ഏറ്റെടുക്കുകയായിരുന്നു. ചികിത്സയുടെ പൂർണ്ണ ചെലവുകൾ സർക്കാർ വഹിക്കുമെന്ന് ആരോഗ്യമന്ത്രിയും പറഞ്ഞു. തിരുവനന്തപുരത്തെ ശ്രീചിത്ര ആശുപത്രി ലക്ഷ്യം വെച്ചാണ് മംഗലാപുരത്തു നിന്നും ചരിത്ര ദൌത്യവുമായി ആംബുലൻസ് പുറപ്പെട്ടത്. 15 മണിക്കൂറിലധികം സമയം വേണ്ടിവരുന്ന 650 കിലോമീറ്റർ ദൂരം എത്താൻ ലഭിച്ചത് 10 മണിക്കൂർ മാത്രം. ചൈൽഡ് പ്രൊട്ടക്ഷൻ ടീമിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ യാത്ര തത്സമയം സംപ്രേഷണം ചെയ്തതോടെ പൊതുസമൂഹം ദൌത്യം ഏറ്റെടുത്തു. ആവശ്യമായ സഹായം ഒരുക്കണമെന്ന അഭ്യർത്ഥനയുമായി മുഖ്യമന്ത്രിയും സോഷ്യൽ മീഡിയയിലെത്തി. ജനങ്ങൾ പോലീസിനോട് ചേർന്ന് പ്രവർത്തിച്ചു. ഹൃദ്യം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുഞ്ഞിന്റെ ചികിത്സ സർക്കാർ ഏറ്റെടുക്കുമെന്നും ആവശ്യമായ ചികിത്സ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഒരുക്കുമെന്നും ആരോഗ്യമന്ത്രി വാഗ്ദാനം ചെയ്തു. തുടർന്ന് കുഞ്ഞിന്റെ രക്ഷിതാക്കളുടെ സമ്മതത്തോടെ കുഞ്ഞിനെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാസർഗോഡ് സ്വദേശി ഹസനാണ് മിന്നുന്ന വേഗത്തിൽ കുഞ്ഞു ഹൃദയവുമായി കുതിച്ചെത്തിയത്. എല്ലാവരും സപ്പോർട്ടും കൊണ്ട് എത്തിപ്പെട്ട് ഡിപ്പാർട്ട്മെന്റ് വകയായിട്ട് എല്ലാ സൗകര്യങ്ങളും എത്തി തന്നിട്ടുണ്ട്. അതുപോലെ നാട്ടുകാരും അതുപോലെ തീർച്ചയായിട്ടും പോലീസിന്റെ സഹായങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എസ്കോർട്ട് കിട്ടിയിട്ടുണ്ട്. കാസർഗോഡ് സ്വദേശികളായ സാനിയ മിത്താൽ ദമ്പതികളുടെ 15 ദിവസം മാത്രം പ്രായമുള്ള പെൺകുഞ്ഞിന്റെ ആരോഗ്യനില മോശമാണെന്ന് ഡോക്ടർ പറഞ്ഞു. ഹൃദയത്തിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ 24 മണിക്കൂർ നിരീക്ഷണം നടത്തിയ ശേഷം മാത്രമേ മറ്റ് ചികിത്സാ നടപടികളെ കുറിച്ച് പറയാനാകൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. Baby is a 15-day-old baby who has been received from Mangalore with a critical and complex congenital heart disease that has affected the baby since the baby was born. The baby has a hole in the heart called ventricular septal defect. Along with that, the baby also has a severe narrowing of a vessel that supplies the body called aorta. സർക്കാരും സർക്കാർ സംവിധാനങ്ങളും ജനങ്ങളും ഒരു മനസ്സോടെ കൈകോർത്തപ്പോൾ ലാഭിച്ചത് വിലപ്പെട്ട ഏതാനും മണിക്കൂറുകളായിരുന്നു. ഇനിയുള്ള മണിക്കൂറുകളിൽ കുഞ്ഞിന്റെ ആരോഗ്യം തിരിച്ചെടുക്കാനുള്ള കരുതലും പ്രാർത്ഥനയിലുമാകും മലയാള നാട്. കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ നിന്നും വിഷ്ണുപ്രസാദ്. മംഗലാപുരത്തു നിന്നും കുഞ്ഞിനെ കൊച്ചിയിലെത്തിച്ച ആംബുലൻസ് ഡ്രൈവറാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ താരം. ചുരുങ്ങിയ സമയം കൊണ്ട് കുഞ്ഞുമായി ആംബുലൻസ് കൊച്ചിയിലെത്തിച്ചത് കാസർഗോഡ് സ്വദേശി ഹസനാണ്. ഹസന്റെ രണ്ടാമത്തെ ദൌത്യമാണിത്.
400-ലധികം കിലോമീറ്റർ പിന്നിട്ടത് 5 മണിക്കൂർ 20 മിനിറ്റിനുള്ളിൽ. കാസർഗോഡ് ഉദുമ സ്വദേശി ഹസനെ താരമാക്കിയത് ഈ വേഗതയാണ്. 15 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞുമായി മംഗലാപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട ഹസൻ ഇടയ്ക്ക് വെച്ച് ലഭിച്ച നിർദ്ദേശത്തെ തുടർന്ന് ആംബുലൻസ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. രാവിലെ 10:30-യോടെയാണ് 15 ദിവസം മാത്രം പ്രായമുള്ള പെൺകുഞ്ഞുമായി ഹസൻ കേരളത്തിന്റെ മാറിലൂടെ കുതിച്ചത്. യാത്ര സോഷ്യൽ മീഡിയയിൽ തത്സമയം നൽകിയതോടെ സമൂഹ മാധ്യമങ്ങൾ അതിന്റെ കരുത്തു കാണിച്ചു. മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കുണ്ടാവാറുള്ള പല ടൗണുകളും ആംബുലൻസിന് വഴിയൊരുക്കി കാത്തുകിടന്നു. പോലീസിനൊപ്പം പൊതുജനവും കൈകോർത്തതോടെ ഹസന്റെ മിന്നുന്ന വേഗത്തിന് മുന്നിൽ 400 കിലോമീറ്റർ വെറും അക്കങ്ങളായി മാറി. ജന്മനാ ഹൃദയത്തിന് തകരാറുള്ള കാസർഗോഡ് സ്വദേശികളായ ദമ്പതികളുടെ പെൺകുഞ്ഞിന് കൂട്ടായി മുഖ്യമന്ത്രിയും സർക്കാർ സംവിധാനങ്ങളും പൊതുജനവും ഉണർന്നു പ്രവർത്തിച്ചു. പ്രളയത്തിന് ശേഷം ഒരിക്കൽ കൂടി കേരളം സമൂഹ മാധ്യമങ്ങളുടെ ശക്തി തിരിച്ചറിഞ്ഞു. ഇത് ഹസൻ ഏറ്റെടുക്കുന്ന രണ്ടാമത്തെ ദൗത്യമാണ്. 8 വർഷമായി ആംബുലൻസ് ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഉദുമ സ്വദേശി ഹസൻ മുൻപ് കണ്ണൂരിൽ നിന്നും ഒരു കുഞ്ഞുമായി തിരുവനന്തപുരത്തേക്ക് വിജയകരമായി കുതിച്ചെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വയനാട്ടിൽ LDF സ്ഥാനാർത്ഥി പി പി സുനീർ 5ാം ഘട്ട പ്രചരണം ആരംഭിച്ചു. ഇന്നലെ വയനാട്ടിലെ തോട്ടം മേഖലയിലായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനം. വലിയ ആവേശത്തോടെയാണ് തൊഴിലാളികൾ വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് സ്വീകരണം നൽകിയത്. പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി പി സുനീർ മണ്ഡലത്തിലെ എല്ലായിടത്തും എത്തിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ തുടങ്ങിയ പ്രചാരണം 5ാം ഘട്ടത്തിലെത്തി. ഇപ്പോൾ തോട്ടം മേഖലകളിൽ ഒരിക്കൽ കൂടി സ്ഥാനാർത്ഥി എത്തി. രാവിലെ തന്നെ തൊഴിലാളികൾ സ്ഥാനാർത്ഥി എത്തുന്നുണ്ടെന്നറിഞ്ഞ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ആവേശത്തോടെയുള്ള സ്വീകരണമാണ് തൊഴിലാളികൾ നൽകുന്നത്. വളരെ അനുഭാവപൂർവ്വം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു ഗവൺമെന്റ് മുന്നണി എന്നുള്ള നിലയിൽ വളരെ ആവേശകരമായ സ്വീകരണമാണ് ഈ മേഖലയിൽ നിന്ന് പ്രത്യേകമായി ലഭിക്കുന്നത്. മറ്റ് സ്ഥാനാർത്ഥികളൊന്നും അവർക്ക് കാണാൻ പോലും സാധിച്ചിട്ടില്ല. അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് സംസാരിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ വലിയ ആത്മവിശ്വാസം അവരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാനും വലിയ പ്രതീക്ഷയിലാണ്. ഈ മേഖലയിൽ നിന്ന് ഒരു കാലത്തും കിട്ടാത്ത പിന്തുണ ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതലേ ഉണ്ട്. അവസാനം വരെയും അത് നിലനിൽക്കും. വിജയത്തിൽ അതൊരു പ്രധാനപ്പെട്ട ഘടകമാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. രാഹുൽ ഗാന്ധി എത്തിയതും മത്സരിക്കുന്നതൊന്നുമല്ല തോട്ടം മേഖലയിലെ വിഷയങ്ങൾ. ഇയാള് ജയിച്ചു പോയാൽ ഇയാളെ എവിടെ വെച്ചിട്ട് നമ്മൾ തരാൻ പറ്റും? ഈ കേരളത്തിൽ നമ്മളെ ഇവിടെ ഉള്ളവർ ജയിക്കണം. ജയിച്ചിട്ട് നമ്മളെ കാര്യം എല്ലാം മുന്നോട്ട് കൊണ്ടുപോകണം. തോട്ടം മേഖലയ്ക്കായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികളും ക്ഷേമ പെൻഷനുകളും ഒക്കെയാണ് ഇവിടുത്തെ സംസാര വിഷയങ്ങൾ. ഞങ്ങൾ ഈ എസ്റ്റേറ്റിലും എല്ലാ എസ്റ്റേറ്റിലും ഞങ്ങൾ ഇടതുവശ മുന്നണിയാണ്. എല്ലാ കാര്യവും തല പോയാലും വേണ്ടില്ല, വിജയിച്ചു തരും. 50 രൂപ ഇടക്കാല ആശ്വാസം പ്രഖ്യാപിച്ചതും മിനിമം കൂലി, വീട് തുടങ്ങിയ സംസ്ഥാന സർക്കാർ പദ്ധതികളുമെല്ലാം തൊഴിലാളികൾക്ക് നൽകിയ പ്രതീക്ഷ വലുതാണ്. തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ തോട്ടം മേഖലയ്ക്ക് നിർണായകമായ സ്വാധീനമാണുള്ളത്. ന്യൂസ് ബ്യൂറോ, വയനാട്. പീപ്പിൾ എക്സ്ക്ലൂസീവ്. പോലീസ് സംഘത്തെ വട്ടം ചുറ്റിച്ച് വീണ്ടും രാഹുൽ ഗാന്ധി. ആലപ്പുഴയിലെത്തിയ രാഹുൽ ഗാന്ധിയെ പോലീസ് വലയത്തിൽ നിന്നും കൊണ്ടുപോയത് കോൺഗ്രസ് നേതാവിന്റെ ബന്ധുവിന്റെ ഹോട്ടലിൽ. ആലപ്പുഴയിലെ ഒരു മണൽ മാഫിയയുടെ ഹോട്ടലിലാണ് ഉച്ചഭക്ഷണത്തിനായി നേതാക്കൾ രാഹുലിനെ കൊണ്ടുപോയത്. 1 മണിക്കൂർ നേരം ഭക്ഷണത്തിനായി രാഹുൽ കാത്തിരുന്നു. ഒരാഴ്ച മുൻപാണ് ആലപ്പുഴയിൽ രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് പരിപാടി നിശ്ചയിച്ചത്. ഇതേ തുടർന്ന് പോലീസിനെ പൂർണ്ണമായും വിന്യസിച്ച് റിഹേഴ്സൽ നടത്തി സുരക്ഷ ഉറപ്പുവരുത്തിയിരുന്നുവെങ്കിലും ജില്ലയിലെത്തിയ രാഹുൽ ഗാന്ധി പോലീസിനെ വട്ടം കറക്കി. ഉച്ചയ്ക്ക് 2:41 രാഹുലും സംഘവും ആലപ്പുഴയിൽ ഹെലിപ്പാഡിൽ ഇറങ്ങിയത്. അതിനുശേഷം ഭക്ഷണം ക്രമീകരിച്ചിരുന്ന ഹെലിപ്പാഡിനോട് ചേർന്നുള്ള റെസ്റ്റ് ഹൗസിലേക്ക് രാഹുലും സംഘവും വരുന്നതിനിടയിൽ ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് രാഹുലിനെ ഒരു കോൺഗ്രസ് നേതാവിന്റെ ബന്ധുവിന്റെ ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തകർത്താണ് രാഹുലും സംഘവും നേതാക്കളും ഇവിടെ എത്തിയത്. പിന്നാലെ പോലീസും സംഘവും എത്തി. പിന്നീട് ഇവിടെ ഭക്ഷണത്തിനുള്ള കാത്തിരിപ്പായിരുന്നു. ഒടുവിൽ 1 മണിക്കൂറിന് ശേഷം റെസ്റ്റ് ഹൗസിൽ സൂക്ഷിച്ചിരുന്ന ഭക്ഷണം DCC പ്രസിഡന്റ് നേരിട്ടെത്തിച്ചു. ഭക്ഷണം കഴിച്ച് വീണ്ടും റെസ്റ്റ് ഹൗസിലേക്ക് മടക്കയാത്ര. പിന്നീട് 1 മണിക്കൂർ വൈകി പ്രചരണ വേദിയിൽ ഇദ്ദേഹം എത്തി. 1 മണിക്കൂർ നേരം പോലീസ് തെക്കുവടക്ക് ഓടുകയായിരുന്നു. 3 മണിക്ക് പരിപാടി നടത്താൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും മേൽക്കൂരയില്ലാത്ത വേദിയിൽ പരിപാടി നടന്നാൽ രാഹുലിന്റെ പരിപാടിക്ക് ആളെ കിട്ടാതാകുമെന്ന ഭയപ്പാടാണ് ചില നേതാക്കളെ ഇടപെടുത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിയെ തെറ്റിദ്ധരിപ്പിച്ചതെന്നാണ് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെയുള്ള സംസാരം. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.
ത്രിപുരയിലെയും പശ്ചിമ ബംഗാളിലെയും ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഷേധവുമായി സിപിഐഎം രംഗത്തെത്തി. ത്രിപുരയിലും പശ്ചിമ ബംഗാളിലും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണെന്ന് സിപിഐഎം ആരോപിച്ചു. വർഗീയത പറഞ്ഞും സൈന്യത്തിന്റെ പേരിലും വോട്ട് തേടുന്ന നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമെതിരെ നടപടിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണമെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടു. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ വെസ്റ്റ് ത്രിപുരയിലും പശ്ചിമ ബംഗാളിലെ 2 മണ്ഡലങ്ങളിലുമാണ് വോട്ടെടുപ്പ് നടന്നത്. എന്നാൽ വോട്ടെടുപ്പിൽ വ്യാപക അട്ടിമറി നടന്നെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സിപിഐഎം ദില്ലിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പല ബൂത്തുകളിലും അർദ്ധസൈനിക വിഭാഗത്തിന്റെ സുരക്ഷയോ സിസിടിവി ക്യാമറകളോ ഉണ്ടായിരുന്നില്ല. വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുകയും വോട്ട് ചെയ്യാനെത്തിയ പാർട്ടി പ്രവർത്തകരെ മർദ്ദിച്ച് തിരിച്ചയക്കുകയും ചെയ്തു. ഇതിനു പുറമെ ബൂത്ത് ഏജന്റുമാരെ പോളിംഗ് ബൂത്തിൽ പ്രവേശിക്കാനും സമ്മതിക്കാത്ത സാഹചര്യവും ഉണ്ടായി. അട്ടിമറി നടന്ന 464 ബൂത്തുകളിൽ റീപോളിംഗ് നടത്തണമെന്ന് സിപിഐഎം ആവശ്യപ്പെട്ടു. പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണെന്നും സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ചൂണ്ടിക്കാട്ടി. एक तरह से इलेक्शन कमीशन खुद नारा देता है कि हर इंसान को जिसका वोट का अधिकार है उस वोट का अधिकार का रक्षा हम करेंगे, और यहाँ पर खुलेआम उसी अधिकार का उल्लंघन हो रहा है, तो कार्रवाई करिए आप. तो हम ये कह रहे हैं 464 बूथों में जो रिगिंग हुई वहां पर दोबारा റീപോൾ करवाइए. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും യെച്ചൂരി ശക്തമായ ഭാഷയിൽ തന്നെ വിമർശിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശന നിർദ്ദേശം ഉണ്ടായിട്ടും സൈന്യത്തിന്റെ പേരിൽ ബിജെപി വോട്ട് തേടുകയാണ്. സൈന്യത്തിന്റെ പേരിലും വർഗീയത പറഞ്ഞും വോട്ട് തേടുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്കുമെതിരെ കമ്മീഷൻ നടപടി എടുക്കാത്തത് എന്തുകൊണ്ടാണെന്നും സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് സീതാറാം യെച്ചൂരി ചോദിച്ചു. പോളിറ്റ് ബ്യൂറോ അംഗമായ നീലോൽപൽ ബസു, വെസ്റ്റ് ത്രിപുരയിലെ സിറ്റിംഗ് എംപിയും സ്ഥാനാർത്ഥിയുമായ ശ്യാമപ്രസാദ് ദത്ത എന്നിവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കാട്ടാക്കടയിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ നടത്തിയ ശ്രമം മനഃപൂർവ്വമെന്ന് LDF. തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും LDF ഇത് സംബന്ധിച്ച് പരാതി നൽകി. മുഖ്യമന്ത്രിയുടെ യോഗം അലങ്കോലപ്പെടുത്താൻ മനഃപൂർവ്വം മൈക്ക് വെച്ച് അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് LDF പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് കാട്ടാക്കട സർക്കിൾ ഇൻസ്പെക്ടർ സുനിൽകുമാറിനെതിരെ LDF ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം സെക്രട്ടറി ശിവൻകുട്ടി പരാതി നൽകിയിരിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയ്ക്കാണ് പരാതി. വിഷുദിനത്തിൽ കാട്ടാക്കടയിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കെ അടുത്തുള്ള കാട്ടാക്കട ദേവീക്ഷേത്രത്തിലെ മൈക്കിൽ നിന്നും തുടർച്ചയായി ശരണം വിളികൾ ഉയർന്നു. LDF നേതാക്കൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും വിഷയത്തിൽ ഇടപെടാൻ സർക്കിൾ ഇൻസ്പെക്ടർ തയ്യാറായില്ല. ക്ഷേത്രം ഭാരവാഹികൾ ബോധപൂർവം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് LDFന്റെ ആരോപണം. മുഖ്യമന്ത്രി പ്രസംഗിക്കുന്ന യോഗം മനഃപൂർവ്വം അലങ്കോലപ്പെടുത്തുന്നതിന് വേണ്ടി ഏതാനും പേർ ചെയ്ത കാര്യമാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഞങ്ങളുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി സർക്കിൾ ഇൻസ്പെക്ടർ വാഹനത്തിൽ ചെന്ന് 3/4 കിലോമീറ്റർ നേരം വാഹനത്തിൽ ചെന്ന് ക്ഷേത്ര കമ്മിറ്റിക്കാരോട് പറയുന്നതിന് പകരം നടന്നു ചെന്നാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. മുഖ്യമന്ത്രി സംസാരിക്കുന്ന ഒരു വേദിയിൽ അതിന് സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനും സർക്കിൾ ഇൻസ്പെക്ടർ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതിൽ നിരുത്തരവാദിത്വം കാണിച്ചതിൻ്റെ കാര്യത്തിൽ തർക്കമില്ല. തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ബോധപൂർവമായ വീഴ്ച വരുത്തി ഉദ്യോഗസ്ഥനെ ശിക്ഷിക്കണമെന്നാണ് LDFന്റെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാർത്തകളിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ CPIM കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. കേരളത്തെ അപമാനിച്ച് മോദി നടത്തിയ ശബരിമല പരാമർശത്തിനെതിരെയാണ് പരാതി. സംസ്ഥാനത്ത് വർഗീയ ചേരിതിരിവ് ലക്ഷ്യമിട്ടാണ് മോദി പ്രസംഗിച്ചതെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം നിലോൽപൽ ബസു നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടി. പ്രത്യക്ഷമായ തെരഞ്ഞെടുപ്പ് ലംഘനം നരേന്ദ്രമോദി നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ചാണ് CPIM കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. ഏപ്രിൽ 13 തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ രാമനാഥപുരത്തും പിന്നീട് ബാംഗ്ലൂരിലും നടത്തിയ പ്രസംഗത്തിൽ ശബരിമല പ്രധാന പ്രചാരണ വിഷയമാക്കി. കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിം ലീഗും വിശ്വാസത്തെ തകർക്കുകയാണെന്നും അപകടകരമായ കളിയാണെന്നും മോദി പ്രസംഗിച്ചു. വോട്ടിനായി വിശ്വാസത്തെ ഉപയോഗിച്ച മോദി കേരളത്തിലടക്കം വർഗീയ ചേരിതിരിവിനാണ് ലക്ഷ്യം വെച്ചതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച കത്തിൽ CPIM ചൂണ്ടിക്കാട്ടുന്നു. മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്നു മാത്രമല്ല, ശബരിമലയെയും അയ്യപ്പനെയും പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിനെ വെല്ലുവിളിക്കുകയാണ് മോദി ചെയ്തിരിക്കുന്നത്. പ്രസംഗത്തിനെതിരെ കമ്മീഷൻ കടുത്ത നടപടി സ്വീകരിക്കണമെന്ന് CPIM ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി വിമർശനത്തെ തുടർന്ന് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ച നേതാക്കൾക്കെതിരെ കമ്മീഷൻ നടപടി സ്വീകരിച്ചതിനെയും പരാതിയിൽ പ്രത്യേകം എടുത്തു പറയുന്നു. CPIMന് വേണ്ടി പൊളിറ്റ് ബ്യൂറോ അംഗം നീലോത്പൽ ബസുവാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചത്. കേരളത്തെ മൊത്തം അപമാനിക്കുന്ന തരത്തിൽ മോദി നടത്തിയ പ്രസംഗത്തിനെതിരെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും നേരത്തെ രംഗത്തെത്തിയിരുന്നു.
ന്യൂസ് ബ്യൂറോ, ദില്ലി. സ്ത്രീത്വത്തെ അപമാനിച്ച് കോൺഗ്രസ് നേതാവ് കെ സുധാകരന്റെ തെരഞ്ഞെടുപ്പ് പരസ്യം. സ്ത്രീകൾ കഴിവില്ലാത്തവരാണെന്ന പരസ്യത്തിന്റെ ഉള്ളടക്കം വിവാദമാവുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ പരസ്യത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. പരസ്യത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് LDF പറഞ്ഞു. BJP-യിലേക്ക് പോകില്ല എന്ന പരസ്യത്തിന് ശേഷമാണ് കെ സുധാകരന്റെ വിവാദ പരസ്യം. സ്ത്രീകൾ കഴിവില്ലാത്തവരാണെന്ന് തെരഞ്ഞെടുപ്പ് പരസ്യം വിളിച്ചു പറയുന്നു. പുരുഷൻ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ സാധിക്കുമെന്നും LDF സ്ഥാനാർത്ഥി സ്ത്രീ ആയതുകൊണ്ടും PK ശ്രീമതി ടീച്ചർക്ക് സ്ത്രീ വോട്ടർമാർക്കിടയിലെ സ്വാധീനം കണ്ടുമാണ് സ്ത്രീ വിരുദ്ധ പരസ്യമെന്ന് MV ജയരാജൻ പറഞ്ഞു. ഓളെ ടീച്ചറാക്കിയിട്ട് ഒരു കാര്യം ഉണ്ടായില്ല. ഓൾ അവിടെ പോയാൽ ഒന്നും ചെയ്യില്ല. എന്നാൽ അവനാണെങ്കിൽ ആൺകുട്ടിയെ പോലെ ചെയ്യും. അവൻ ആൺകുട്ടിയാണ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ സ്ത്രീ പുരുഷ സമത്വം എന്ന ആധുനിക കാലത്തെ സങ്കല്പത്തെ സ്ത്രീ ഒന്നിനും കൊള്ളരുതാത്തവൻ ആളാണെന്നും പുരുഷൻ മാത്രമാണ് എല്ലാറ്റിനും നല്ലത് എന്നതുമായ ഒരു വേർതിരിവ് സൃഷ്ടിക്കുകയാണ് ഇവിടെ. സുധാകരനെതിരെ ഇലക്ഷൻ കമ്മീഷൻ നടപടി സ്വീകരിക്കണമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജയും പറഞ്ഞു. ഇത്രമാത്രം അവഹേളിക്കുന്ന രീതിയിലുള്ള ഒരു പരസ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. മറ്റൊന്ന്, വ്യംഗ്യാർത്ഥത്തിൽ എതിർ സ്ഥാനാർത്ഥിയെ വളരെ പ്രകടമായിട്ട് ടീച്ചർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിഹസിക്കുകയാണ്. അവിടെ പാർലമെന്റിൽ പോകുന്ന കാര്യത്തെക്കുറിച്ച് തന്നെയാണ് ഇതിനകത്ത് ദുസ്സൂചന എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. വളരെ പ്രകടമായിട്ടുള്ള സ്ത്രീത്വത്തിനെതിരായിട്ടുള്ള നിന്ദയാണ്. ഈ രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് തന്നെ, കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് അനുസരിച്ച് തന്നെ ഏറ്റവും തെറ്റായിട്ടുള്ള പരാമർശമാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കാര്യം കാണേണ്ടതായിട്ടുണ്ട്. ഇതിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. സുധാകരൻ മുമ്പും നിരവധി സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയിരുന്നു. മുഖ്യമന്ത്രി സ്ത്രീകളെക്കാൾ മോശമാണെന്ന പരാമർശം പിൻവലിച്ച് മാപ്പ് പറയേണ്ടി വന്നു. ആർത്തവം അശുദ്ധിയാണ് എന്ന സുധാകരന്റെ പ്രസ്താവനയും വിവാദമായിരുന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. വിദ്വേഷ പ്രസംഗം നടത്തിയ നേതാക്കൾക്കെതിരായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയിൽ തൃപ്തി രേഖപ്പെടുത്തി സുപ്രീം കോടതി. കമ്മീഷൻ സ്വന്തം അധികാരങ്ങളിലേക്ക് ഉണർന്നതായി തോന്നുന്നുവെന്നും സുപ്രീം കോടതിയുടെ നിരീക്ഷണം. പല അധികാരങ്ങളും ഉണ്ടെന്ന് കണ്ടെത്തിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചു. അതേസമയം പ്രചരണത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയ നടപടിക്കെതിരെ മായാവതി സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും അടിയന്തര ഇടപെടലിന് കോടതി വിസമ്മതം രേഖപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ സുപ്രീം കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരായി കമ്മീഷൻ നടപടി സ്വീകരിച്ചിരുന്നു. ഈ നടപടികളിലാണ് സുപ്രീം കോടതി തൃപ്തി രേഖപ്പെടുത്തിയത്. കമ്മീഷൻ സ്വന്തം അധികാരങ്ങളിലേക്ക് ഉണർന്നതായി തോന്നുന്നുവെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. വിദ്വേഷ പ്രസംഗങ്ങളിൽ നടപടി സ്വീകരിക്കുന്നതിൽ അധികാര പരിമിതികൾ ഉണ്ടെന്ന നിലപാട് മാറ്റിയ കമ്മീഷൻ പല അധികാരങ്ങളും ഉണ്ടെന്ന് കണ്ടെത്തിയതായി കോടതിയെ അറിയിച്ചു. കേസ് പരിഗണിക്കവേ വിലക്ക് ഏകപക്ഷീയമാണെന്നും വിഷയത്തിൽ ഉടൻ ഇടപെടൽ വേണമെന്നും BSP അധ്യക്ഷ മായാവതി ആവശ്യപ്പെട്ടു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരം ഉപയോഗിച്ചുള്ള നടപടിയിൽ ഇടപെടാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. ചട്ടലംഘനം നടത്തിയവർക്കെതിരെയാണ് നടപടി. അതിനാൽ ഇപ്പോൾ ഒരു ഉത്തരവിന്റെ ആവശ്യമില്ല. പ്രത്യേക അപേക്ഷ ഫയൽ ചെയ്താൽ ആവശ്യം അപ്പോൾ പരിഗണിക്കാമെന്നും കോടതി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിയും വരെ നടപടികൾ പരിശോധിക്കുന്നതിനായി വിരമിച്ച സുപ്രീം കോടതി ജഡ്ജ് അധ്യക്ഷനായ സമിതി രൂപീകരിക്കണമെന്നായിരുന്നു ഹർജി. ഹർജിക്കാരന് ആവശ്യമുള്ളപ്പോൾ കോടതിയെ സമീപിക്കാനും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് അനുമതി നൽകി. ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി ഭരണത്തിലെത്തിയ BJP സർക്കാർ ഭരണഘടന തിരുത്താനുള്ള നീക്കങ്ങളാണ് നടത്തുന്നതെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. ഇടത് യുവജന സംഘടനകൾ കട്ടപ്പനയിൽ സംഘടിപ്പിച്ച യൂത്ത് പാർലമെന്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കട്ടപ്പനയെ പ്രകമ്പനം കൊള്ളിച്ച വൻ റാലിക്ക് ശേഷമായിരുന്നു യൂത്ത് പാർലമെന്റിന്റെ പൊതുസമ്മേളനം. മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ ഭരണഘടനയാണ് ഇന്ത്യക്ക് വേണ്ടത് എന്ന് പറയുന്ന RSSും BJPയും ഒരിക്കൽ കൂടി അധികാരത്തിലെത്തിയാൽ അവർ ഭരണഘടന തിരുത്തുമെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പറഞ്ഞു. രാജ്യത്തെ ജനങ്ങളെ മതത്തിന്റെ പേരിൽ വിഭജിച്ച് കടുത്ത ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. The main contest is between the LDF and the UDF. And everyone knows that the LDF is the most consistent fighter politically and ideologically against the BJP and the communal forces. While the UDF has, by its very character and composition, been compromising and colluding with these forces. So the choice is clear. If our main goal is to defeat the BJP and to ensure that there is a secular government in the center, it would require the victory of the LDF and the maximum number of MPs of the LDF going to the Lok Sabha. ഇടുക്കിയിലെ ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിനെ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ചടങ്ങിൽ മന്ത്രി M.M. മണി മുഖ്യപ്രഭാഷണം നടത്തി.
ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് എസ് സതീഷ് അധ്യക്ഷനായിരുന്നു. ഇടത് നേതാക്കളായ കെ ജയചന്ദ്രൻ, ഗോപി കോട്ടമുറിക്കൽ, മാത്യു വർഗീസ്, CV വർഗീസ് തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. അടുത്ത ബുള്ളറ്റിൻ അല്പസമയത്തിനകം. നമസ്കാരം.